മെയ് 28 വിശുദ്ധ ജർമാനൂസ് മെത്രാൻ. 496 മുതൽ 576 വരെ കാലഘട്ടം. 80 സംവത്സരം ജീവിച്ച വിശുദ്ധ ജർമാനൂസ് ഫ്രാൻസിൽ 496 വർഷം ജനിച്ചു. സഹോദരനായിരുന്ന ഫാദർ സ്കാപ്പിലിയോണാണ് അദ്ദേഹത്തിന് ശിക്ഷണം നൽകിയത്. യുവാവായിരിക്കെ പാതിരാത്രി 2 കിലോമീറ്ററോളം നടന്ന് ദേവാലയത്തിൽ രാത്രി നമസ്കാരത്തിൽ പങ്കെടുത്തിരുന്നു. വൈദികനായി അധികം താമസിയാതെ തന്നെ അദ്ദേഹം വിശുദ്ധ സിംഫോറിയൻ്റെ ആശ്രമത്തിലെ ആബട്ടായി. ആശ്രമവാസികൾ നിദ്രയിലമർന്നപ്പോൾ ആബട്ട് ദീർഘമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. 554 അദ്ദേഹം പാരീസിലെ മെത്രാനായി. സ്ഥാനമാറ്റം ഉപവാസത്തിലും തപസ്സിലും മാറ്റമൊന്നും വരുത്തിയില്ല. രാത്രി മുഴുവനും ദൈവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിച്ചു പോന്നു. ദരിദ്രരും അവശരും അദ്ദേഹത്തിൻ്റെ വസതിയിൽ തിങ്ങിക്കൂടുമായിരുന്നു. പല ഭിഷാടകർക്കും സ്വന്തം മേശയിൽ അദ്ദേഹം ഭക്ഷണം കൊടുത്തിരുന്നു. ബിഷപ്പ് ജർമാനൂസിൻ്റെ പ്രസംഗങ്ങൾക്ക് നല്ല വശ്യശക്തിയുണ്ടായിരുന്നു. അതിമോഹിയും ലോക സുഖഭോഗങ്ങളിൽ രമിച്ചിരുന്നവനുമായ ചിൽഡ്ബർട്ട് രാജാവ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ വഴി ഭക്തനും ധർമ്മനിഷ്ഠനുമായി മാറി. അദ്ദേഹത്തിൻ്റെ അനുജൻ ക്ലോവിഡ് രാജാവ് ആർച്ച് ബിഷപ്പിൻ്റെ വിശുദ്ധിയിൽ നല്ല വിശ്വാസമുള്ളവനായിരുന്നു. ക്ലോവിഡ് രാജാവ് ഒരിക്കൽ പനി ബാധിച്ച് കിടക്കുമ്പോൾ ആർച്ച് ബിഷപ്പിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിൻ്റെ വസ്ത്രം വേദനയുള്ള സ്ഥലത്ത് ചേർത്ത് പിടിക്കുകയും അതോടെ അദ്ദേഹത്തിൻ്റെ അസുഖം മാറുകയും ചെയ്തു. വാർദ്ധക്യത്തിൽ തീഷ്ണതയ്ക്കോ പ്രാർത്ഥനയ്ക്കോ കുറവ് വരുത്തിയില്ല. പ്രായശ്ചിത്തങ്ങളും ആശാനിഗ്രഹങ്ങളും വർദ്ധിപ്പിച്ചതേയുള്ളൂ. അദ്ദേഹത്തിൻ്റെ തീഷ്ണതയാൽ വിഗ്രഹാരാധനയുടെ അവശിഷ്ടങ്ങൾ കൂടി ഫ്രാൻസിൽ നിന്ന് തുടച്ചു മാറ്റപ്പെട്ടു. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി അവസാന നിമിഷം വരെ അദ്ദേഹം അധ്വാനിച്ചു. 576 മെയ് 28 80-ാമത്തെ വയസ്സിൽ ആർച്ച് ബിഷപ്പ് ജർമാനൂസ് കർത്താവിൽ നിദ്ര പ്രാപിച്ചു. വചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 14-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. കാലുകൾക്ക് സ്വാധീനമില്ലാത്ത ഒരുവൻ ലിസ്ത്രായിൽ ഉണ്ടായിരുന്നു. ജന്മനാ മുടന്തനായിരുന്ന അവന് ഒരിക്കലും നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. പൗലോസ് പ്രസംഗിക്കുന്നത് അവൻ കേട്ടു. പൗലോസ് അവനെ സൂക്ഷിച്ചു നോക്കി. സൗഖ്യം പ്രാപിക്കാൻ തക്ക വിശ്വാസം അവനുണ്ടെന്ന് കണ്ട് പൗലോസ് ഉച്ചത്തിൽ പറഞ്ഞു, എഴുന്നേറ്റ് കാലുറപ്പിച്ച് നിൽക്കുക. അവൻ ചാടി എഴുന്നേറ്റ് നടന്നു. വിചിന്തനം: പ്രാർത്ഥനയും പ്രായശ്ചിത്തവുമായിരുന്നു ആർച്ച് ബിഷപ്പ് ജർമാനൂസിൻ്റെ ജീവിത വിജയത്തിന് കാരണം. ഉപവാസത്തോടും ദാനധർമ്മത്തോടും ചേർന്ന പ്രാർത്ഥന നല്ലതാണ് എന്ന് തോബിയാസിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജർമാനൂസിൻ്റെ ജീവിതം അന്വർത്ഥമാക്കുന്നു. ആദിമ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂളിനെ കർത്താവായ യേശു പൗലോസാക്കി മാറ്റി. ആ പൗലോസാണ് പിന്നീട് സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത്. ആ പൗലോസിൻ്റെ കരങ്ങളിലൂടെയാണ് മുടന്തനായ ഒരു മനുഷ്യന് സൗഖ്യം നൽകുവാൻ ദൈവം തീരുമാനിച്ചത്. നമുക്ക് ദൈവത്തോട് തന്നെ ആലോചന ചോദിക്കാം. കർത്താവെ, ഈ വിശ്വാസം സ്വീകരിക്കുവാൻ വേണ്ടി ഞാൻ എത്ര മടങ്ങ് അധികമായിട്ട് അങ്ങയെ സ്നേഹിക്കണം? എത്ര അധികമായിട്ട് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജോലി ചെയ്യണം?